അല്ല, ഇത് നിരന്തരമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഇപ്പോൾ തന്നെ സെൻസസ് എടുക്കേണ്ട കാലമൊക്കെ വളരെ മുൻപ് തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഏതൊരു രാജ്യത്തെയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും അതുപോലെ തന്നെ നയപരിപാടികൾ സ്വീകരിക്കുന്നതും സാമ്പത്തികമായിട്ടുള്ള എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള നയങ്ങളും സ്വീകരിക്കുന്നത് ഈ പറയുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ലോകമെമ്പാടും സ്വീകരിച്ചിരിക്കുന്ന ഒരു സാധാരണ തത്വമാണ്. ഏതാണ്ട് 142 കോടി ജനങ്ങൾ ഉണ്ടെന്നുള്ളത് വെറും ഊഹക്കണക്കാണ്. ഇപ്പോഴും ആധികാരികമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാളിതുവരെ ഇപ്പോഴത്തെ ജനസംഖ്യയുടെ കൃത്യമായ അളവ് പോലും പുറത്തുവിട്ടിട്ടില്ല. കാരണം സെൻസസ് എടുത്തിട്ട് 2011 സെൻസസ് എടുത്തതിന് ശേഷം പിന്നീട് സെൻസസ് എടുത്തിട്ടില്ല. 10 വർഷത്തിലൊരിക്കൽ സെൻസസ് എടുക്കണമെന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ നിരന്തരമായി നടന്ന ഒരു കാര്യമാണ്. ഇത് വെറും ഒരു സംഖ്യയല്ല. അതായത് ഏത് രാജ്യത്തിന്റെയും എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത് ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയേറെ ജാതിയും മതവുമുള്ള ഒരു ബഹുസ്വര രാഷ്ട്രം ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. അത്രയധികം ജാതികളും മതങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതാണ് എപ്പോഴും നമ്മൾ പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അത്രയും വളരെ സങ്കീർണമായിരിക്കുന്ന ഈ ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള ഒരു സെൻസസ് എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ കുറച്ച് ജാതി അടിസ്ഥാനത്തിൽ എടുക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ജാതിയും മതവും ഇന്ത്യയിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിക്കും തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ മാത്രവുമല്ല, ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്ന ധാരാളം വ്യവസ്ഥകൾ ജാതികളുടെ സംരക്ഷണത്തിന് വേണ്ടി, നാനാതരം ജാതികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആനുകൂല്യമൊക്കെ ലഭിക്കാൻ ഭരണഘടനാപരമായി അർഹതയുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ആദിവാസികൾ, അങ്ങനെ ഇന്ത്യയിൽ എമ്പാടുമുള്ള 28 സംസ്ഥാനങ്ങളിലുള്ള നാനാതരത്തിൽ മതത്തിലും ജാതിയിലും ആചാരങ്ങളുമുള്ള ഒരു രാജ്യത്ത് ആ തരത്തിലൊരു സെൻസസ് അനിവാര്യമാണ്. കാരണം ഇവിടെ പലപ്പോഴും നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലാണെങ്കിലും ഉദ്യോഗത്തിലുള്ള സംവരണത്തിലാണെങ്കിലും ഒക്കെ നിർണായകമായ ഒരു ഘടകമാണ് ജാതി എന്ന് പറയുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം, ജോലിയിൽ സംവരണം നൽകുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നൽകുന്നത്. അതുപോലെ ധാരാളം ആനുകൂല്യങ്ങൾ പോലും ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു രാജ്യത്ത് ജാതി സെൻസസ് എടുക്കുന്നതിനെ മറ്റൊരു തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതായ ആവശ്യമില്ല. എന്നാൽ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന സെൻസസ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയോ ബോധപൂർവം അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയോ ആകുമ്പോഴാണ് ഈ വിഭാഗീയതയും വർഗീയതയും ഒക്കെ ഇതിനകത്ത് വരാനുള്ള സാധ്യത. ആ തരം ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ മേഘ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു. ബീഹാറിലൊക്കെ അതിസങ്കീർണമായ ജാതി വ്യവസ്ഥയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെയുള്ള ഈ പറയുന്ന പട്ടികജാതിക്കാരെയും പട്ടിക വിഭാഗക്കാരെയും ഒക്കെ വോട്ട് ബാങ്ക് ആയിട്ട് എടുക്കുന്നതിന് വേണ്ടി ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത്, ഞങ്ങളാണ് ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നത് എന്ന് വീമ്പിളക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഭരണകക്ഷിയായിട്ടുള്ള BJP ശ്രമിക്കുകയാണ് എങ്കിൽ ഇതിന്റെ ഉദ്ദേശം തന്നെ ശരിയായ രീതിയിലായിരിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനസംഖ്യ എങ്ങനെയൊക്കെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, ജാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്, അതിനകത്ത് ആനുകൂല്യം ലഭിക്കേണ്ട യഥാർത്ഥത്തിലുള്ള വിഭാഗം ഏതാണ്, എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടുള്ള ആദിവാസികൾ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളുടെ ഉള്ളിൽ, വനങ്ങളുടെ ഉള്ളിൽ പോലും താമസിക്കുന്ന ആളുകൾ, കേരളത്തിലെ അട്ടപ്പാടി, വയനാട് തുടങ്ങിയതായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആദിവാസികൾ, അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 28 സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ജാതി മതങ്ങളൊക്കെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളുടെ ഉൾപ്രദേശത്തൊന്നും യാതൊരു വികസനത്തിന്റെയും ആനുകൂല്യം പറ്റാതെ കഴിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇതിനെ സർഗാത്മകമായി കണ്ട് ആ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സെൻസസ് എടുക്കുന്നതെങ്കിൽ അതിനെ ഒരു തരത്തിലും തെറ്റായി കാണേണ്ടതില്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്.
BJP ഇപ്പോൾ വലിയ വേളയിൽ ഒരുപക്ഷെ മേഘ സൂചിപ്പിച്ച പോലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അത് വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ശാസ്ത്രീയമായി എടുക്കുന്ന ഇതുപോലെയുള്ള ഒരു സെൻസസ് ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ അല്ലെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇതല്ലാതെ വേറെ നിവർത്തിയില്ല. ഇതിന്റെ ആവശ്യകത നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. ഇതൊരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് സോഷ്യലിസം, സമത്വം എന്നൊക്കെ പറഞ്ഞ് വായിട്ടടിച്ചത് കൊണ്ട് കാര്യമില്ല. അർഹതയുള്ള പാവപ്പെട്ട ജനങ്ങൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തി അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് എല്ലാ മേഖലകളിലും അവർക്ക് നൽകാവുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി സതുദ്ദേശത്തോടുകൂടി നടക്കുന്ന ഒരു സെൻസസ് എന്ന രീതിയിൽ ഇതിനെ കാണുകയാണെങ്കിൽ ഇത് സ്വാഗതം ചെയ്യേണ്ടതാണ്. അതല്ലാതെ ഇതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായി BJP ശ്രമിക്കുകയാണെങ്കിൽ അതും ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കേണ്ടതായി വരും. ആ ഉത്തരവാദിത്വം പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഇന്ത്യയിലാകമാനം ഇത് സംഭവിക്കുമ്പോൾ ചിത്രം കുറെ കൂടെ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.